നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു സ്പൈസി റെഡ് ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 20 മുതൽ 30 വരെ നട്ട്സ് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് അരച്ചതാണിത്. ഇത് ചേർക്കാം. നമ്മൾ ഈ കറി തയ്യാറാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ക്രീമി, നല്ല സ്മൂത്തായിട്ടുള്ള റിച്ച് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഈ നട്ട്സ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ചേർക്കണം. ഇത് കാശ്മീരി റെഡ് ചില്ലിയാണ്, 1 ടേബിൾ സ്പൂൺ. ഇത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇത് ജീരകപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ. ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ഗരം മസാലയാണ്, 1 ടീസ്പൂൺ. കുരുമുളക് പൊടി വേണം നമുക്ക്, 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂണാണ്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്, ഒരു 3 പച്ചമുളകുണ്ട്, അത് ചേർക്കാം. അതുപോലെ ഇത് 2 വലിയ തക്കാളി അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ പൂരി, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് വേണം, 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയാബീൻ സോസ് ചേർക്കണം. ഇത് ഡാർക്ക് സോയാബീൻ സോസാണ്, ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ ഉപ്പ് ഞാനിത് മുഴുവൻ ചേർക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് സവോള കനം കുറച്ച് ഗോൾഡൻ കളറിൽ വറുത്ത് വെച്ചേക്കുന്നതാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതും ചേർക്കുവാണ്. ഇതൊരു 2 സവോളയുണ്ട്, ഈ സവോള മുഴുവൻ ചേർക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർക്കണം. ഇത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഉണ്ട്, ഇതും ചേർത്തു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ വെക്കണം. നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കിനി സ്റ്റൗ ഒന്ന് കത്തിക്കാം. എന്നിട്ട് ഇതിലേക്ക് റിഫൈൻഡ് ഓയിലാണിത്, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്തതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മൂടി വെച്ചിട്ട് ഈ ചിക്കൻ വേവിക്കാം. ഇത് ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് വേവുന്നിടം വരെ. നമ്മുടെ ചിക്കൻ കറി, ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ നട്ട്സ് അരച്ചതൊക്കെ ചേർത്തുകൊണ്ടാണ് ഇത് ഇത്ര തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്നത്. മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ നിർത്താം. നമ്മളിന്ന് തയ്യാറാക്കിയത് സ്പൈസി റെഡ് ചിക്കനാണ്. നമ്മുടെ ഈ സ്പൈസി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇത്. ഞാൻ പറഞ്ഞു, റൊട്ടിയുടെയും അതുപോലെ ചപ്പാത്തി, നാൻ, പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.